അച്ഛനെ കണ്ടുപിടിച്ചു. ഗുഡ് ബോയ്. എന്തേ കണ്ടുപിടിച്ചോ? വേണ്ടേ, നിങ്ങളുടെ അച്ഛൻ്റെ മോടെയും കളി ഇപ്പം നിർത്തിക്കോ. എനിക്ക് വീട്ടുജോലിയും ചെയ്തിട്ടേ ഇങ്ങനെ കിടന്ന് ഓടാൻ പറ്റത്തില്ല ചേട്ടാ. വേണ്ടേ മോളെ, 18 വയസ്സാവുക 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. 18 വയസ്സ് എൻ്റെ മോക്ക്. ഈ കുട്ടിക്കളി അമ്പസാറ്റ് കളിയൊക്കെ നിർത്തിക്കോ. നിങ്ങളോടും കൂടെ പറയുന്നത്. പറ, ബർത്ത്ഡേ ആയിട്ട് മോക്ക് എന്തോ സമ്മാനം വേണം? എനിക്ക് ഒരു സ്കൂട്ടി മേടിച്ചു തരട്ടെ? അതൊന്നും വേണ്ട. എന്നാ പിന്നെ ഒരു ബീറ്റ് മേടിക്കാം. എനിക്കതൊന്നും വേണ്ട. അതും വേണ്ടെങ്കിൽ കാര്യം ചെയ്യാം, നമുക്കൊരു മിനി കൂപ്പർ മേടിച്ചു കൊടുക്കാം. എന്താ? അയ്യോ, മിനി കൂപ്പർ ആക്കണ്ട, ഒരു മുഴുത്ത വിമാനം വാങ്ങിച്ചു കൊടുക്ക്. നിങ്ങൾ ആരാ മനുഷ്യ? തെലുങ്ക് സിനിമയിലെ നായകന്റെ തന്തയോ? ഇരിക്കുമ്പോ പണം പിറക്കി സാധനം എറിഞ്ഞ് വാങ്ങിക്കാന്. ഇതില്ല അച്ഛാ, എനിക്ക് കുറെ ചോക്ലേറ്റും കുറെ ഐസ്ക്രീമും മതി. നീ പറഞ്ഞ ശരിയാ, പക്വതയായിട്ടില്ല കൊച്ചിന് കേട്ടോ. ആ ശരിയാ, പക്വതയായിട്ടില്ല. അതുകൊണ്ടേ മതി കളിച്ചത്. ഈ ഒരു കാര്യം ചെയ്യ്, മോളിൽ പോയി എന്തെങ്കിലും എഴുതാനും വായിക്കണമെങ്കിൽ ചെന്നേ ചെല്ലേ. അവള് കൊച്ചല്ലോടി. അതാ ഞാൻ പറഞ്ഞത്, 18 വയസ്സാവുന്നൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. എൻ്റെ പൊന്നേട്ടാ, ഈ കപടതയും കാപട്യവും ഒക്കെ ഉള്ള ലോകത്ത് ഈ കൊച്ച് എങ്ങനെ ജീവിക്കുമെന്നാ? അവൾക്ക് ആവശ്യമുള്ള പക്വതയൊക്കെ ഉണ്ട്. അതാ ഇപ്പൊ സാറ്റ് കളിക്കുന്നത്. ഈ പ്രായത്തിൽ നമുക്ക് വല്ലതും അറിയായിരുന്നോ? നിങ്ങൾക്ക് ഇപ്പോഴും ഒന്നും അറിയത്തില്ല. ഞാൻ പറയുന്ന അതല്ല ചേട്ടാ, ഈ കള്ളത്തരത്തിലൊക്കെ എൻ്റെ കൊച്ച് എങ്ങനെ ജീവിക്കും? അവളെപ്പോഴും നിഷ്കളങ്കയ്ക്ക് പറ്റുമോ ജീവിക്കാന്? അവൾക്ക് പറ്റും. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്തേട്ടാ? എൻ്റെ പേരിലുള്ള 2.5 ഏക്കർ സ്ഥലം ഞാൻ അവിടെ പേര് എഴുതി കൊടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ ഞാൻ പോയി വിളിക്കട്ടെ. തൊന്ത ആദ്യം വളരട്ടെ, പിന്നെ മോളെ വളർത്താൻ നിൽക്കാം. ചേട്ടായി, നാളെ എൻ്റെ പിറന്നാളാണല്ലോ, വീട്ടിലേക്ക് വരൂ. അതിനെന്തിനാ വീട്ടിലോട്ട് വരുന്നത്? അവിടെ അച്ഛനും അമ്മയ്ക്കില്ല, അവർ കണ്ടെന്ത് വിചാരിക്കും? അതിനിപ്പോൾ എന്താ അവര് കണ്ടാ ഞാൻ പറയും ചേട്ടാ എൻ്റെ ഫ്രണ്ടാണെന്ന്. അതിന് വീട്ടിലോട്ട് വരുന്നത് എന്തിനാ? അതെ, ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടല്ലോ, ഈ നായകനെ വീട്ടിലേക്ക് വിളിച്ചേറ്റുന്ന. അതും അച്ഛനമ്മേന്റെ ഒക്കെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് അതുപോലെ വേണം ചേട്ടാ. നിന്റെ കുട്ടികളെ നിർത്ത്, ആ സിനിമയിലൊക്കെ നടക്കത്തുള്ളൂ. നമ്മളെന്നും ബസ് വെച്ച് കാണുന്നില്ലയോ, അതുപോലെ. എന്നാലും എനിക്ക് വീട്ടിൽ വെച്ചിട്ട് കാണണം. വീട്ടിൽ വെച്ചുണ്ട്. നാളെ എൻ്റെ ബർത്ത്ഡേ കഴിയൂലേ, അപ്പൊ തൊട്ട് ഞാൻ ഭയങ്കര സീരിയസാ. ചേട്ടാ എൻ്റെ മുത്തല്ലേ. കണ്ടെന്ത് വിചാരിക്കും? ഇനിയിപ്പോ എന്താ, നീ പോയ വീട്ടോട്ട് പോയ മതി പോ. ഈ പെണ്ണിന്റെ ഒരു കാര്യം, എനിക്ക് റൂട്ടിലുള്ള സമയമായി. ഇഷ്ടപ്പെട്ടോ? ഇതാണ് മോടെ 18ാമത്തെ പിറന്നാളിന് അമ്മയുടെ വക ഗിഫ്റ്റ്. നല്ല രസമുണ്ട്. നീ അച്ഛനോട് ചോദിക്കുക, അച്ഛൻ എന്തോ വാങ്ങിച്ചേക്കുന്നതെന്ന്. എന്തോ അച്ഛാ? അച്ഛൻ മോക്കൊരു സ്കൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, അടുത്ത ആഴ്ച വരും. അതെ, ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഓടിച്ചാൽ മതി കേട്ടോ. അതത്രയും മതി. ഇതാരും അമ്മ, ഇതെന്റെ കൂട്ടുകാരിയുടെ ചേട്ടന് ബർത്ത്ഡേ ആയിട്ട് വന്നതാ. വാ ഇരുന്നട്ടെ. എന്താ അനിയത്തെ കൊണ്ടുവരാനെ? അവിടെ ഇല്ല, സ്ഥലത്തില്ല, അതുകൊണ്ട്. എവിടെ? ഗംഗ ട്രാവൽസിലാ. ഗംഗ ട്രാവൽസ്? അറിയാം, കേട്ടിട്ടുണ്ട്. ഇവള് ഭയങ്കര നാണക്കാരിയാണ്. ഇവിടെ ആരോടും മിണ്ടത്തില്ല. ഇവർക്ക് അധികം കൂട്ടുകാരികളും ഇല്ല. മോളൊക്കെ ഒത്തിരി വർഷം കൊണ്ടുള്ളതാന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലൊരു സമാധാനം. അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും? അയ്യോ, ഞാനത് മറന്നു. ഞാൻ പോയി കേക്ക് എടുത്തോണ്ട് വരാം. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? അത് അലമാരയുടെ മണ്ടയ്ക്കാ, ഞാൻ വരാം. ഇരിക്കും. ചേട്ടായി, ഒരിക്കലും വിചാരിച്ചില്ല വരുമെന്ന്. അവരെ കാണും. അതിനിപ്പോ എന്താ കണ്ടാലും. അതെ, അമ്മ മേടിച്ചത് മലക്കുളാവും. 2 പവനുണ്ട്. പിന്നെ അച്ഛനൊരു സ്കൂട്ടറും ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കുള്ള ഗിഫ്റ്റ് ഇവിടെ. ഗിഫ്റ്റ് ഒക്കെ ഞാൻ തരാം. പിന്നെ ഉണ്ടല്ലോ, നാളെ നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് വരണേ. എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അതൊക്കെ പറയാൻ നാളെ വന്നാ മതി. ജ്യൂസ് എടുത്തേ. ഇപ്പൊ കൊണ്ടുവരും കേട്ടോ. സംസാരിച്ചിരിക്കും നിങ്ങള്. എന്താ മിണ്ടായിരിക്കുന്നേ? അവള് ഭയങ്കര നാണക്കാരിയാ, മനസ്സിലായി. അധികാരോട് മിണ്ടാറില്ല. കൊണ്ടുപോവാ. താമസം എത്ര? കഴിച്ചിട്ട് പോവാം. ഊണ് കഴിച്ചിട്ട് പോവാം. അതല്ല, കഴിച്ചിട്ട് പോവാൻ. പെട്ടെന്ന് പോയിട്ട് കഴിച്ചിട്ട് പോവാം. നീ എന്താ കാണണമെന്ന് പറഞ്ഞേ?
ചേട്ടായി, എനിക്ക് 18 വയസ്സ് പൂർത്തിയായി. ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ സമയമായി. സൗണ്ടിൽ കുറച്ച് ബാസ് കയറ്റിയാ നീ ബോൾട്ടാവുന്ന ആരാ പറഞ്ഞേ? ബാസ് കെട്ടിയതൊന്നുമല്ല, ഞാൻ മെച്ചുവേർഡ് ആയതാ. നമുക്ക് കല്യാണം കഴിക്കണം. നിന്റെ വീട്ടുകാരെ സമ്മതിക്കുമോ? അവർ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് ഒളിച്ചോടാലോ. ഒളിച്ചോടാനൊന്നും പറ്റത്തില്ല. എടാ, എനിക്കിപ്പോൾ നല്ലൊരു ജോലി പോലും ഇല്ല. ഇപ്പോൾ ഒരു ടെസ്റ്റ് ആണെങ്കിൽ എഴുതിട്ടിരിക്കുക, അത് പാസ്സാവുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെ ഉണ്ടില്ലെന്ന് പറഞ്ഞാലും ഞാൻ ചേട്ടൻ്റെ കൂടെ മാത്രമേ ജീവിക്കൂ. കാഞ്ചന മൊയ്തീനെ കാത്തിരുന്ന പോലെ സമയം നശിപ്പിച്ചു കളയാനേ എനിക്ക് പറ്റത്തില്ല. നീ ഇത് എന്തറിഞ്ഞിട്ടാടി? എടി, എനിക്ക് ആകെ ഉള്ളത് 1.5 സെൻറ്റ് ഭൂമിയാണ്. അതിനാണെങ്കിൽ ചോറ് നിൽക്കുന്നൊരു വീടും. ഞാൻ കിടക്കുന്ന പാടെ എനിക്കറിയാം. അതിന് പേടിക്കണ്ട. ആ 1.5 സെൻറ്റ് സ്ഥലത്തെ നമുക്കൊരു മുന്തിരിത്തോപ്പുകൾ പണിയാം. എന്നിട്ട് എന്നും രാവിലെ പോയി ആ മുന്തിരിവള്ളികൾ തളിർത്തെന്ന് നമുക്ക് നോക്കാൻ ചേട്ടാ. അതുമാത്രമല്ല, ആ ചോർന്ന് വിളിക്കുന്ന വീട്ടിൽ ക്ലാരയും ജയകൃഷ്ണനും പോലെ നമുക്ക് മഴയത്ത് വാരി പിണർന്ന് കിടക്കാം. ഇതിനൊക്കെ പൈസ വേണ്ടേ? എന്തുവാ ചേട്ടാ ഇത്? പൈസ കൊണ്ടായിട്ടാണോ ആര്യ സിനിമക്കകത്ത് അല്ലു അർജുൻ നായികനെയും കൊണ്ട് ഓടിപ്പോയി പാട്ടും പാടി ജീവിക്കുന്നേ? അവരൊക്കെ എന്ത് സുഖമായിട്ടാ ജീവിക്കുന്നേ. അതുപോലെ മതി നമുക്ക്. കണ്ട സിനിമ കണ്ട് ഒന്ന് ചുമ്മാ ഡയലോഗ് അടിക്കരുത്. ഇതൊന്നും അല്ല ജീവിതം, അത് നീ മനസ്സിലാക്കൂ. ചേട്ടാ, ഇതാണ് ജീവിതം. അലൈപ്പായത് സിനിമയ്ക്കകത്ത് ശാലിനി മാധവനും അവർ ഒറ്റമുറി വീട്ടില് എന്ത് സന്തോഷത്തോടെ ജീവിക്കണേന്നറിയോ? സ്നേഹിതനെ സ്നേഹിതനെ രഹസ്യ സ്നേഹിതനെ. പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? എനിക്ക് എന്തായാലും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള പ്രായമായി. അതുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ കൂടെ തന്നെ വരികയും ചെയ്യും. ചേട്ടാ, അച്ഛൻ അവൾ എൻ്റെ അടുത്തില്ല. അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പൊന്നെ പൊടിയെന്ന് പറഞ്ഞ് വളർത്തിയ കൊച്ചെന്റെടാ എന്റെ. സത്യമായിട്ട് എൻ്റെ അടുത്തില്ല. അന്വേഷിച്ച് മനസ്സിലായി അവള് നിന്റെ കൂടെ വന്നതെന്ന്. പറടാ, എവിടെ ഉണ്ടാ അവള്? അത് മാത്രല്ല, അന്ന് നീ വീട്ടിൽ വന്നില്ലോടാ. അവൾ എൻ്റെ അടുത്ത് വന്നു എന്നുള്ളത് നേരാ. പക്ഷെ ഞാൻ പറഞ്ഞു ഒക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഇനി എന്തൊക്കെ പറഞ്ഞാലും നിന്നെ കൊണ്ടുവന്ന പ്രശ്നമില്ല. ചേട്ടാ, പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. വിളിച്ചിറക്കി വീട്ടിൽ കൊണ്ടുപോടാ. ഒരു പെണ്ണ് കരഞ്ഞ് കാല് പിടിക്കുമ്പം തിരിഞ്ഞു നോക്കാത്തവനാണല്ലടാ. അതാരാ? അത് ഞങ്ങളുടെ ബസ്സിലെ ഡ്രൈവറാ, ശിവൻ. പോരാളി ശിവൻ. മണമുള്ള പൂവുകൾ മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എൻ്റെ മനം കവർന്നു. പെണ്ണെ നീ എൻ്റെ അല്ലേ പൊന്നെ, ആർക്കും കൊടുക്കില്ല പൊന്നെ. ഓഹോ മനം കവർന്നു. പെണ്ണെ നീ എൻ്റെ അല്ലേ പൊന്നെ, ആർക്കും കൊടുക്കില്ല പൊന്നെ. ഓഹോ മനം കവർന്നു. ഇതാ എൻ്റെ വീട്. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇതാ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു വീട്. എൻ്റെ വീട്ടിലിരുന്നേ ഞാൻ ശ്വാസം മുട്ടായിരുന്നു. പിന്നെ വിവരമുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ വലിയ ബംഗ്ലാവിലും കൊട്ടാരത്തിലും നല്ല കാര്യം ചെറിയ കുടിലാണ് സന്തോഷമുള്ളതെന്ന്. എനിക്ക് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിലൊരു 2 സെൻറ്റ് സ്ഥലമുണ്ട്. അങ്ങനെയാണെങ്കിലേ നമുക്കവിടെ ഒരു മുന്തിരി കൃഷി കൂടി തുടങ്ങാം. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ക്ലാരയും ജയകൃഷ്ണനെയും പോലെ മുന്തിരി വെള്ളികൾ തളിർത്ത് നോക്കാം. വാ, അമ്മമ്മ നോക്കിയിരിക്കുക. ഞാനെൻ്റെ അനാഥനാണ്. എന്താടി പെണ്ണേ, ജോലി ചെയ്ത് നീ അങ്ങ് ക്ഷീണിച്ചാ? ഈ ജീവിതം ഞാൻ ആസ്വദിക്കുകയാണ് ഏട്ടാ. ഈ വീടും ഗ്രാമവും എന്തൊരു ശാന്തത ഇവിടെ. ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാനില്ല. എൻ്റെ വീട്ടിൽ ഞാൻ ശ്വാസം മുട്ടി ജീവിക്കുമായിരുന്നു കേട്ടോ. വരുമ്പോഴേ ഞാനൊരു ഇൻഹേലർ മേടിച്ചിട്ട് വരാം നിനക്ക്. വലിക്ക്. ഏട്ടനെ എവിടെ പോവാ? ബസ്സിലെ ജോലി അങ്ങ് പോയില്ലയോ, പുതിയൊരു ബസ്സും റൂട്ടും എനിക്ക് മേടിക്കണം. ബസ് മേടിക്കാൻ ലോൺ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് ബാങ്കിൽ പോയി. ഏട്ടാ, ഞാനുള്ളപ്പോൾ ഏട്ടൻ എന്തിനാ കാശിന് വേണ്ടി വേറെ സ്ഥലത്ത് പോണേ? പൊന്നു, എടാ എനിക്ക് പൊന്നു ഇങ്ങണ്ടോ, ഞാൻ ഊരാ. വേണ്ട, ഞാനൂരേട്ടാ.
എന്തിനാ പൊന്നു? ഏട്ടൻ വേറെ ആരുടെ മുന്നിൽ കൈ നീട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല ഏട്ടാ. ഏട്ടനിത് പണയം വിൽക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തു. ഞാൻ മേടിക്കുന്ന ബസ്സിന് നിന്റെ പേരിടും, തിരുകുന്നത്ത് പാർവതി. ഏട്ടൻ പോയിട്ടേ എത്ര ഇട്ടെന്ന് നോക്കട്ടെ. ഏതായാലും വൈകുന്നേരം അമ്മൂമ്മയെ കുളിപ്പിച്ച് ചവരിപ്പിച്ച് നേരെ കയറ്റിക്കെടുത്ത് ഉറക്ക് കേട്ടോ. അമ്മാമ്മേ നമുക്ക് കുളിച്ചാലോ? വേണ്ട, കുളിക്കുകയൊന്നും വേണ്ട. എന്നെ കുളിപ്പിച്ച് കിടത്തിയൊന്നും വേണ്ട. നീ നിന്റെ പാട്ടിന് പൊടി പെണ്ണേ. അല്ല അമ്മാമ്മ, കുളിച്ചില്ലെങ്കിലേ ചേട്ടൻ വരുമ്പോൾ മഴക്കൊന്നും പറയത്തില്ല. നിന്നെ കൊണ്ട് കളഞ്ഞേച്ചു. നീ എന്നെ നോക്കത്തൊന്നുമില്ല. വേറെ ഒരു പെണ്ണിനെ കെട്ടിക്കാൻ അവനോട് പറയണം. എൻ്റെ മോനെ ഇങ്ങനെയൊക്കെ പറയണ. വേണ്ട, എനിക്ക് കുളിക്കണ്ട. നീ എന്നെ കുളിപ്പിച്ച് കിടത്തണ്ട. അല്ല, നിന്നെ എങ്ങോട്ട് എന്നെ നോക്കാനൊന്നും കൊള്ളിയല്ല. നീ നിന്റെ ജോലി നോക്കിപ്പോ. ഞാൻ നീ എല്ലാം കൂടെ എന്നെ കുളിപ്പിച്ച് കിടത്തിയിട്ട് എൻ്റെ കയ്യിലുള്ളത് വല്ലതും കൈക്കലാക്കിയിട്ട് എന്നെ അന്ധകാരത്തിലാക്കും. ഞാൻ വേണ്ട, നീ എൻ്റെ പാട്ടിന് പോകും. ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നേ? ചത്തോന്നറിയാനാണോ? എങ്കിൽ ചത്തിട്ടില്ല. പലവട്ടം വിചാരിച്ച ചാവണമെന്ന്, പക്ഷെ ധൈര്യമില്ലായിരുന്നു. നിന്നെപ്പോലെ എന്തിനും പോകുന്നത് പോലെ നടക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ. എടി, നീ ഇവിടുന്ന് പോയിട്ട് 1.5 വർഷമായി. ഇതുവരെ ഒരു ഫോൺ കോൾ എനിക്ക് വേണ്ട. നിന്റെ അമ്മയ്ക്ക് നീ വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഒരു ഫോൺ കോൾ? ഇല്ലല്ലോ. എടി, നിന്നെ ഞങ്ങൾ എങ്ങനെ വളർത്തിയതാടി? നിലത്തും താഴെയും വെക്കാതെ കൊണ്ട് നടന്നതല്ലേ? എന്നിട്ട് നീ ഞങ്ങളോട് ഈ ചതി ചെയ്തല്ലോ. എടി, എന്തേടി നിന്റെ മാലയൊക്കെ? എന്ത് കോലപാടി നീ! അച്ഛ, അറിവില്ലാത്ത പ്രായത്തില് ആവേശം കൊണ്ട് ഇതൊക്കെ പറ്റിപ്പോയതാ. നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. ഇനി ഇതുപോലൊന്നും ഞാൻ ചെയ്യില്ല അച്ഛ. നീ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഞങ്ങൾക്കൊന്നും അറിയണ്ട. ഇവിടുന്ന് പോ, അതാ നല്ലത്. അമ്മ, നിങ്ങളും കൂടി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് വേറെ ആരുമില്ല അമ്മ. അതെ, അവൾ പറഞ്ഞത് കേട്ടില്ലേ? അവളെങ്ങോട്ട് പോവാനാ? ഒന്നല്ലെങ്കിൽ നമ്മുടെ മോളല്ലേ. ഡി, നീ അകത്ത് കയറിപ്പോ. അച്ഛൻ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം.
വിശന്നിട്ട് അമ്മ കഴിച്ചോട്ടെ. എടി സുമേ, കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ. ഇത്ര നേരമായി ചോദിച്ചിട്ട്. അച്ഛാ, വെള്ളം. അച്ഛാ, സാരമില്ല മോളെ, സാരമില്ല. പുഞ്ചിരി തേൻ തൂമൊഴി കുഞ്ഞു കൺമണി നീ മണ്ണിലെ മോളെ, എടി ഞങ്ങൾ ആ മേനോൻ സാറിൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. മോളെ, നിനക്ക് സമ്മതം തന്നെ അല്ലേടി കല്യാണത്തിന്? അമ്മേ, ഇനി എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടം. അങ്ങനെ നീ ബുദ്ധിമുട്ടൊന്നും സമ്മതിക്കണ്ട. വേണ്ടേ, ഒരു കുറച്ചിലും വിചാരിക്കണ്ട. അവരായിട്ട് ഇങ്ങോട്ട് വന്ന് ആലോചിച്ചതാ. നിനക്കേ സുഖമായിരിക്കും. നിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം. പിന്നെ മോളെ, കല്യാണക്കുറിയുടെ സാമ്പിളും കൊണ്ട് ആരാണ്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും അച്ഛനും സെലക്ട് ചെയ്താൽ ശരിയാവത്തില്ല. എനിക്ക് നിങ്ങളുടെ ഈ ടേസ്റ്റുകളൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ മോള് തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. ഞാനേ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. നിൻ്റെ അച്ഛൻ കുളിച്ചുകൊണ്ടിരിക്കും. ഇവിടെ കിടന്ന് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും. അങ്ങനോട് പറയണം ഞാൻ ആരെയും കൂടെ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടെന്ന് കേട്ടോ. അച്ഛനമ്മ ഇവിടെ ഇല്ലേ? അവരൊക്കെ മുകളില. കല്യാണക്കുറിയുടെ സാമ്പിൾ കൊണ്ടുവന്നോ? ഓ, ഇപ്പം എവിടെയാണല്ലോ ജോലി? അല്ല, ഗൾഫിൽ പോകുമെന്ന് പറഞ്ഞിട്ട്. ഗൾഫിലായിരുന്നു 2 വർഷം. പക്ഷേ വിചാരിച്ച പോലും നടന്നില്ല. അങ്ങോട്ട് രക്ഷപ്പെട്ടില്ല. ഇയാളുടെ കണ്ണീരിൻ്റെ ശാപമായിരിക്കും. ഞാനാരെ ശപിച്ചിട്ടൊന്നുമില്ല. എല്ലാത്തിനും കാരണം ഞാനാണല്ലോ. ഞാനന്ന് അങ്ങനെയൊക്കെ ചെയ്തോണ്ടല്ലേ ഇയാൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ വന്ന് ഇഷ്ടമായില്ലെങ്കിൽ കാർഡ് ഞാൻ വേറെ ആരുടെങ്കിലും കൊടുത്തുവിടാം. സോറി, ഇയാളിവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചേട്ടൻ വിചാരിക്കുന്ന പോലെ എനിക്ക് ചേട്ടനോട് ദേഷ്യമൊന്നുമില്ല. മറിച്ച് സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ ഒരവസ്ഥ നിൽക്കുമ്പോഴും എനിക്ക് ചേട്ടന് ഇഷ്ടമാണ്. എടോ, താൻ വിചാരിക്കുന്ന പോലെയല്ല. എനിക്ക് ഇതുവരെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ആ 1.5 സെൻറ്റ് സ്ഥലവും ആ ചോർന്നൊരിക്കുന്ന വീടും മാത്രമേ ഉള്ളൂ എനിക്ക്. ഒന്നും വേണ്ട, സ്നേഹം മാത്രം മതി. നമുക്കേ ആ 1.5 സെൻറ്റ് സ്ഥലത്ത് മുന്തിരി കൃഷി തുടങ്ങാം. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ മുന്തിരിവള്ളികൾ തളിർത്തുമെന്ന് പോയി നോക്കാം. പിന്നെ ആ ചോർന്നൊലിക്കുന്ന വീട്ടിലെ ജയകൃഷ്ണനെയും ക്ലാരേനെയും പോലെ നമുക്ക് കെട്ടിപ്പുണർന്ന് കിടന്നുറങ്ങാൻ ചേട്ടാ. ഞാനുണ്ടാവും എന്നും കൂടെ. വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഈ പണത്തിലും പ്രതാപത്തിലൊന്നും ഒരു കാര്യമില്ലെന്ന്. സന്തോഷം സമാധാനമൊക്കെ ഉള്ളതേ കൊച്ചു കുടിലിൽ തന്നെയാണ്. എനിക്കത് മതി ഏട്ടാ. അലൈപ്പായതയിൽ മാധവൻ്റെ കൂടെ ശാലിനി ഉള്ളതുപോലെ ഏട്ടൻ്റെ കൂടെ എന്നും ഞാനുണ്ടാവും ഏട്ടാ. ഐ ലവ് ചേട്ടാ. നമുക്ക് ഇപ്പം തന്നെ വിളിച്ചോടാം.